ആ, ഞാൻ റെഡി. ഇറങ്ങാം. വാമേ. എന്താ അമ്മേ? അമ്മയ്ക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. മൈ സൺ, ഹോൾ ടൈം നോട്ട് ഗുഡ്, ഫുൾ ഓഫ് പ്രോബ്ലംസ്. ആര് പറഞ്ഞു? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? അതും നമ്മുടെ വീട്ടിൽ വെച്ചിട്ട്, ഈ ദീപാവലി ഡേയില്. അവൾക്ക് ഈ അപകടം സംഭവിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോന്നാണ് എന്റെ സംശയം. അത് ഡെഫിനറ്റാ. അതെങ്ങനെ അമ്മയ്ക്കറിയാം? ഈശ്വരൻ തിരുമേനി പറഞ്ഞു. നീ നോക്കണ്ട, ഞാൻ തിരുമേനി ഒന്ന് വിളിച്ചായിരുന്നു. കുടുംബത്തിങ്ങനെ ബാടായ കാര്യങ്ങൾ നടക്കുമ്പോ അമ്മമാർക്ക് പേടിയുണ്ടാവും. പ്രത്യേകിച്ച് സ്വന്തം മക്കളെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞാ പിന്നെ പെറ്റുപോയെന്ന് ഉറക്കം വരില്ല മോനെ. അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മേ. എനിക്കറിയല്ല, ഇന്നലെ രാത്രി നിന്നെ പടക്കം കെട്ടി ആരോ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. മദറിനോട് നീ അത് മറച്ചു വെച്ചു. ബട്ട് മൈ ഡോട്ടറിലോ, മൈ ജ്യോതി, അവളെല്ലാം എന്നോട് പറഞ്ഞു. അമ്മയും അതിനെക്കുറിച്ച് അമ്മ ഭയപ്പെടണ്ട. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അമ്മ പ്രാർത്ഥിക്കുന്ന ലിറ്റിൽ കണ്ണൻ എന്നെ രക്ഷിച്ചില്ലേ? മൈ ലിറ്റിൽ കണ്ണനാണോ അതോ ഇവർ വൈഫ് ജ്യോതിയാണോ നിന്നെ രക്ഷിച്ചത്? ആ സമയത്ത് അവള് വന്നില്ലായിരുന്നെങ്കിലോ? മൈസാൻ, എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. മോനെ ദേവ, ജ്യോതി നിന്റെ ഭാഗ്യാണെന്ന് അമ്മ പറയുന്നത് വെറുതെ അല്ല കണ്ണാ. ഈശ്വര തിരുമേനിയാ ഈ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞത്. അവൾ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഒരാപത്തും സംഭവിക്കില്ല. അവളെ ഇനി ദ്രോഹിക്കരുത് മോനെ. ഞാൻ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്നില്ല. അവളായിട്ട് ചെയ്തു വെക്കുന്ന മണ്ടത്തരങ്ങൾക്ക് അവള് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്റെ തെറ്റാണോ? മൈസൺ, നാരീശാപം തീർത്താ തീരില്ലെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. ജ്യോതി നിന്റെ ഭാര്യയാണ്. അവളുടെ കണ്ണുനീര് ഈ മുറ്റത്ത് വീഴരുത്. നിനക്ക് അവളോടുള്ള ദേഷ്യം, നിന്റെ മരുമക്കൾക്ക് അവളോടുള്ള ശത്രുത, ഇതിനിടയിൽ നിന്റെ ഭാര്യയായി പോയതുകൊണ്ട് അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളാ ഇതൊക്കെ. കണ്ണകിയുടെ കണ്ണുനീരിൽ മധുരാപുരി തന്നെ കത്തിയെരിഞ്ഞു പോയ കഥ നിനക്കറിയില്ലേ മോനെ? അതുപോലെ ഈ അമരാവതിയിൽ ജ്യോതിയുടെ കണ്ണുനീരിൽ കത്തിയെരിയാൻ ഇടവരരുത്. മോനെ, ഇതെന്റെ വാക്കല്ല. ഈശ്വര തിരുമേനി നിന്നോട് പറയാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാ. തിരുമേനി അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. സുപ്രിയെ പോലെ ജ്യോതിയുടെ ജീവിതം ഈ മണ്ണിൽ എരിഞ്ഞടങ്ങരുതെന്ന് നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. അതുമാത്രമല്ല, മറ്റൊന്നും കൂടി പറഞ്ഞു തിരുമേനി. എന്ത്? അമ്മേ, തിരുമേനി എന്താ പറഞ്ഞത്? അത് നിന്റെ ജാതകത്തിൽ 2 വിവാഹയോഗങ്ങൾ ഉണ്ടായിരുന്നെന്ന്, അത് രണ്ടും കഴിഞ്ഞിരിക്കുന്നുവെന്ന്, ശാശ്വതമായി വാഴാൻ പോകുന്നത് 2ാമത്തെ വിവാഹമാണെന്നും പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് വലിയ കീർത്തിമാനാവുന്ന തിരുമേനിയുടെ അഭിപ്രായം. നോ, അതൊരിക്കലും സംഭവിക്കില്ല. ദേവ, ഇന്നു വരെ തിരുമേനി പറഞ്ഞതിലൊന്നും ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് ഈശ്വര നിയോഗമാ. സുപ്രിയയുടെ മരണം പോലും അദ്ദേഹം നേരത്തെ പ്രവചിച്ചില്ലേ? ആ വിവാഹം നടത്തരുതെന്ന് തിരുമേനി മുൻകൂട്ടി പറഞ്ഞതല്ലായിരുന്നു? അന്ന് നീ അത് കേട്ടോ?
മൈസൺ, സംഭവിച്ചൊന്നും ആരുടെയും തെറ്റല്ല. അതിനെക്കുറിച്ച് നീ ഇനിയൊരു വാക്കുപോലും സംസാരിക്കരുത്. മുറി ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്ന അമ്മയുടെ ഉള്ളിലെരിയുന്ന തീയുടെ ചൂട് എനിക്കറിയില്ലെന്നാണോ അമ്മ കരുതുന്നത്? ഞാൻ കാരണം അമ്മ എത്രമാത്രം അപമാനിതയായെന്നും ഈ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്നും എനിക്ക് നന്നായിട്ടറിയാം. നോ മൈ ഡിയർ സൺ, യു ആർ മൈ സൺ. മറക്കാൻ ശ്രമിക്കുന്നൊന്നും നീ ആരെയും ഇനി ഓർമ്മപ്പെടുത്താൻ നിൽക്കണ്ട. നിന്റെ മരുമക്കൾ ആരെങ്കിലും എന്തെങ്കിലും കേട്ടാ പിന്നെ അത് മതി. അരിയും മൂലി അന്വേഷിച്ച് ഇങ്ങെത്തും 3 എണ്ണം കൂടെ. അമ്മയ്ക്ക് അതിലൊരു വിഷമമില്ല. എന്റെ വിഷമം മുഴുവൻ നിന്റെ ജീവിതം ഓർത്തിട്ടാ. ജ്യോതി എന്നെ നീ വേദനിപ്പിക്കരുത്. അവളൊന്നും തുറന്നു പറയുന്നില്ലെങ്കിലും ഈ മുറി നടക്കുന്ന ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ ഒക്കെ എനിക്കറിയാം. ഒന്ന് നീ ഓർത്താ കൊള്ളാം. ഈശ്വരൻ തിരുമേനിയുടെ വാക്കുകൾ പാഴാകാറില്ല. നിന്റെ ജീവിതത്തിൽ ജ്യോതിയല്ലാതെ മറ്റൊരു ഭാര്യ ഉണ്ടാവില്ല. അവളല്ലാതെ മറ്റൊരു മരുമകളെ എനിക്കും വേണ്ട. ഈ വീടിന്റെയും നിന്റെയും രക്ഷയും കാവലും അവളാണ്. എത്ര അപകടത്തിൽ നിന്ന് അവളിപ്പോ തന്നെ രക്ഷിച്ചു. പേടി കാരണം ഞാൻ ഒരുപാട് വേദനിച്ചെന്ന് നീ അല്പം മുമ്പ് പറഞ്ഞില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ നീ സങ്കടപ്പെടുത്തുന്നത് ജ്യോതിയാണ്. അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്റെ യഥാർത്ഥ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം. ഇനിയൊരു സുപ്രിയ കൂടി ഈ അമരാവതിയിൽ ഉണ്ടാവരുത്. വിധിയായിട്ട് കൂട്ടിക്കെട്ടിയതിനെ നീയായിട്ട് നീ അയച്ചു മാറ്റാൻ നിൽക്കരുത്. അതേ ഈ അമ്മയ്ക്ക് പറയാനുള്ളൂ. വാ, ഹോസ്പിറ്റലിലേക്ക് പോകാം. വേണ്ടടി. ഗുഡ് ബൈ. സൂര്യ, 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 can you hear me? സൂര്യ, സൂര്യ, ഞാൻ കൃഷ്ണസാറിനെ വിളിച്ചിട്ട് വരാം. ഇവളൊറ്റ ഒരുത്തിയ ആ സൂര്യ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കാരണം. സൂര്യ ജീവനോടെ തിരിച്ചു വന്ന അതോടെ എന്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റും. വീട്ടിൽ പോയ DK ഉടനെ തിരികെ വരും. അതിനു മുൻപ് ഇവളെ ഇവിടുന്ന് ഒഴിവാക്കി സൂര്യ അങ്ങ് അവസാനിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യ കണ്ണു തുറന്നു.
സിസ്റ്റർ, സൂര്യക്ക് ബോധം വന്നു എന്നാണ് പറഞ്ഞേ. ഈശ്വര, എല്ലാം തീർന്നു. എന്റെ കള്ളത്തരം എല്ലാവരും അറിയും. സൂര്യ, 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 എന്താ നിനക്ക് സംഭവിച്ചത്? സൂര്യ, എന്തെങ്കിലും ഒന്ന് പറയേ സൂര്യ. ആരാ നിന്നോട് ഇങ്ങനെ ചെയ്ത്? സൂര്യ, സൂര്യ, ഒന്ന് മാറിങ്ങോട്ട്. സൂര്യ, സൂര്യ, എന്നെ ഒന്ന് നോക്കുമ്പോളെ. നീ എന്തിനാ ഇത് ചെയ്തത്? സൂര്യ, എന്നോടൊന്ന് സംസാരിക്കും. സൂര്യ, നീ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചത്? പറ, എന്നോട് എന്തെങ്കിലും ഒന്ന് പറയടാ. സൂര്യ മോളെ, നീ എന്നോട് പറ. നിനക്ക് എന്തുകൊണ്ടല്ല എന്നോട് പറ മോളെ. സൂര്യ, ഇവരോടൊക്കെ എന്നെ കുറിച്ച് പറയോ? നാവനക്കാൻ സാധിച്ച ഇവൾ ആദ്യം പറയുന്നത് എന്റെ പേരായിരിക്കും. ഇനി എന്താ ചെയ്യുക? എന്നോടൊന്ന് സംസാരിക്കും മോളെ, എന്നെ നോക്ക്. എന്താ ഇവന്റെ ഭാവം? ഭാര്യ മരിക്കാൻ കിടക്കുന്ന ഒരുത്തന്റെ മുഖത്ത് കാണുന്ന സങ്കടത്തിന് പകരം മറ്റെന്തൊക്കെയാണ് ഇവന്റെ മനസ്സിൽ. സൂര്യ, ഒന്ന് സംസാരിക്കും മോളെ. എന്തായാലും ഇവന്റെ കരച്ചിലിൽ ഒരു സത്യസന്ധതയും തോന്നുന്നില്ല. സൂര്യ, എന്നോട് എന്തെങ്കിലും ഒന്ന് പറ സൂര്യ. മോളെ, എന്നോട് എന്തെങ്കിലും ഒന്ന് പറ. ഡോക്ടർ, സൂര്യ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ ഇവളുടെ അവസ്ഥ? പറയുമ്പോ വിഷമം തോന്നരുത്. മരിച്ചു പോകുമെന്നാണോ? ഈശ്വര, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഡി കെ, സൂര്യയുടെ ജീവന് തൽക്കാലം അപകടമൊന്നുമില്ല. പക്ഷേ മറ്റൊരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. വീഴ്ചയുടെ ആഘാതത്തിൽ ബോഡി പാരലൈസ്ഡ് ആയി. ഇവൾക്കെല്ലാം കാണാം, കേൾക്കാം. പക്ഷെ ഇനിയൊരിക്കലും സൂര്യക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവന്റെ ഉള്ളില് മറ്റെന്തോ ആണ്, അതുറപ്പ്. ഇവൻ തന്നെയായിരിക്കും സൂര്യയെ തള്ളിയിട്ടത്. ഡോക്ടർ, സൂര്യക്ക് ഇതിൽ നിന്നും റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റില്ല. ചികിത്സ കൊണ്ട് കുറച്ചുകൂടി മാറ്റം വന്നേക്കാം. എന്നാലും അധികം പ്രതീക്ഷ വേണ്ട ഡി കെ. മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കാം. പക്ഷേ എന്ത് സംഭവിച്ചാലും സൂര്യ ഇനി സംസാരിക്കില്ല. എവിടെ കൊണ്ടുപോയാലും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല ഡി കെ. ഐ ആം സോറി.
രക്ഷപ്പെട്ടു. തൽക്കാലം ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഡോക്ടർ, അതെ, പേഷ്യന്റിനെ അധികം ബുദ്ധിമുട്ടിക്കരുത്. കണ്ടിട്ട് വേഗം പുറത്തിറങ്ങണം. സൂര്യ, എന്നോടൊന്ന് സംസാരിക്കുമ്പോളെ എന്നോട് എന്തേലൊന്ന് പറ. എനിക്കിത് കാണാൻ വയ്യ. എന്തിനാ നീ ആത്മഹത്യ ശ്രമിച്ചത്? എന്നെ ഒന്ന് നോക്ക്, ഒരു വാക്ക് സംസാരി. സൂര്യ, ഒന്ന് സംസാരിക്ക. സൂര്യ, ഒന്ന് സംസാരിക്കേ. സൂര്യ, സംസാരിക്കാൻ. സംസാരിക്ക സൂര്യ, സംസാരിക്ക. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? എന്റെ സൂര്യക്ക് സംഭവിച്ചതിന് ഉത്തരവാദി നീ മാത്രമാ. നീ മാത്രം. ഞാനോ? അതെ, നീ തന്നെ. മോനെ, സൈലന്റ് ആയിട്ടിരിക്കൂ. ജ്യോതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് സത്യമാ. ഇന്നലെ ഇവള് സൂര്യയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. അതിനുശേഷമാ എന്റെ സൂര്യ ഇത് ചെയ്തത്. അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല. അവിനാഷ്, അനാവശ്യമായ ആരോപണം ഉന്നയിക്കരുത്. സൂര്യ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് നിനക്കെന്താ ഉറപ്പ്? എനിക്കുറപ്പുണ്ട് ഡീക്കെ. എന്നെ സൂര്യൻ തമ്മിൽ തെറ്റിക്കാനുള്ള എന്തൊക്കെയോ ഈ ചോദ്യം പറഞ്ഞു കൊടുത്തു. ജ്യോതി, സത്യം പറ, എന്തൊക്കെയാ സൂര്യോട് പറഞ്ഞു കൊടുത്തു? അത് കഴിഞ്ഞിട്ടാ എന്റെ സൂര്യ മൂഡ് ഓഫ് ആയത്. ഇവൾ ആത്മഹത്യ ശ്രമിച്ചതും അത് കഴിഞ്ഞിട്ടാ. നീയും സൂര്യൻ തമ്മിൽ എന്താ സംസാരിച്ചത്? പറയാൻ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? എന്റെ ചോദ്യത്തിന് അവളൊരു മറുപടിയും പറയുന്നില്ല. മൈസർ, ആരും വെറുതെ കുറ്റക്കാരാക്കരുത്. ജ്യോതി സൂര്യോട് അങ്ങനെ എന്തെങ്കിലും പറയുന്നത് നീ കേട്ടോ? ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല. പക്ഷേ എനിക്കുറപ്പാ എന്റെ സൂര്യ. അമ്മ, ഇവളെല്ലാരെയും പെട്ടെന്ന് വിശ്വസിക്കും. ഇവള് പറഞ്ഞത് വിശ്വസിച്ചു കാണും. എനിക്കുറപ്പാ. സ്റ്റോപ്പ് ഇറ്റ്. മര്യാദയ്ക്ക് സംസാരിക്കണം നീ. ഞാൻ എന്റെ വാ തുറന്ന് വല്ലതും പറഞ്ഞ
ഇവരെല്ലാരും കൂടി നിന്നെ കടിച്ചു കീറും.